വെൽക്കം ബാക്ക് ടു എരികേസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ഹെയർ ഓയിലിംഗ് ടിപ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല, ഞാൻ തലയിൽ ഒരുപാട് എണ്ണകൾ തേച്ചു എന്നിട്ട് മുടി വളരുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക. ചിലപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടുതലായിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആകാൻ പോകുന്നത് ബിഗിനേഴ്സിനാണ്. പിന്നെ നിങ്ങൾക്ക് മുടി വളരണം അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാകാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അധികം അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഹെയർ ഓയിലിംഗ് ടിപ്പിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറേ ഓയിൽ എൻ്റെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി ഒരുപാട് വളരും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വളരും എന്നുള്ള ആ ഒരു ഇത് എടുത്ത് മാറ്റുക. പകരം നമ്മൾ എത്ര സമയം എടുത്ത് ചെയ്യുന്നോ, എത്ര അളവിൽ എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഓയിൽ വേണോ അത്രമാത്രം ഓയിൽ യൂസ് ചെയ്യുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള അളവിൽ മാത്രം ഓയിൽ യൂസ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ള രീതിയിൽ ഓയിൽ എടുക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ക്ലോഗ്ഡ് ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ നിങ്ങളുടെ മുടി നിങ്ങൾ തലകുത്തി നിന്നാൽ കൂടെ മുടി വളരത്തില്ല. അത് മാത്രമല്ല, മുടി ഡാമേജ് ആയിട്ട് ഹെയർ ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഹെയർ ഓയിലിംഗ് നമ്മൾ സ്കാൽപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്കാൽപ്പ് മസാജ് കൊടുക്കുക. അത് രണ്ട് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ ഹെയറിലും നിങ്ങളുടെ സ്കാൽപ്പിലും കംപ്ലീറ്റ് ആയിട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് പുറമെ നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടും അതുമൂലം ഹെയർ ഗ്രോത്തിനെ കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതും ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കുറച്ച് ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ തന്നെ വളരുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും പല ആൾക്കാരും ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൻ്റെ ഏരിയ മാത്രം കവർ ചെയ്ത് പോകും. അതായത് മുടിയുടെ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഹെയർ ഓയിൽ ചെയ്യത്തില്ല. അതൊരു വലിയ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ മുടി ഇവിടെ നിന്നാണ് വളർന്നു വരുന്നത്, അതായത് റൂട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വളർന്നു വരുന്നു. സോ ഈ മുടിയുടെ ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ വളർന്നു വരുന്നത് കൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ അടിയിലോട്ട് പോകുന്തോറും അത് കുറച്ച് ഓൾഡർ വേർഷനാണ്. സോ അതിന് നമുക്ക് സ്പെഷ്യൽ കെയർ സത്യത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മുകളിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ താഴെ ഭാഗം ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന അതേ കെയർ തന്നെ ഹെയറിൻ്റെ ലെങ്ത്തിലോട്ടും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുടി വേറെ ചെറിയ സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ജട, അതായത് മുടിയിൽ ജട കളഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ജട കളയുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഓയിൽ കയ്യിലെടുക്കുക. ഇത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളത്. കുറച്ച് ഓയിൽ കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഉള്ളിലൊക്കെ എന്താകും, ഹെയർ ഓയിൽ ആകും. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജട കളയുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകാണ്ട്, മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാകാണ്ട് തന്നെ നിങ്ങളുടെ മുടി നിങ്ങൾക്ക് ജട കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം കേളി ഹെയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് മാനേജ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ചില സമയം ഭയങ്കര ദേഷ്യം വരും. ആ സമയത്ത് അത്രയും ഹാർഡായിട്ട് നിങ്ങളുടെ മുടീനെ കെയർ ചെയ്യാണ്ട് പകരം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഓയിൽ വരെ നിങ്ങൾക്ക് സിറം എടുക്കാന്നുള്ളതാണ്. പക്ഷെ നമ്മളിതിപ്പോൾ കുളിക്കാൻ പോകാണ്ട് പിന്നെ സിറത്തിൻ്റെ ആവശ്യമില്ല, ഓയിലായാലും മതി. സോ ഓയിൽ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജട കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജട കളയാൻ പറ്റും കേട്ടോ. ഇനി വേറൊരു കാര്യം, മുടിയിൽ ജട കളയുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് കോമ്പ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. മുടിയിൽ ജട കളഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ചീപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു സ്കാൽപ്പ് മസാജും കൊടുത്ത് നമ്മുടെ സ്കാൽപ്പും നമ്മുടെ തലയിൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ചീപ്പ് വെച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ സ്കാൽപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. സോ ബിഫോർ ഓയിലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പിങ് ചെയ്യാം. ആഫ്റ്റർ ഓയിലിംഗ് കോമ്പിങ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റിങ്. പിന്നെ മാക്സിമം ഇങ്ങനെ എപ്പോഴും കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ചീകുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ കൂടുതലായിട്ടും മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ അല്ല, കുറച്ച് എന്താ പറയുക, തട്ടി കുറഞ്ഞ അങ്ങനത്തെ ഹെയർ ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചീപ്പ് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ നിങ്ങൾ യൂസ് ചെയ്യുന്ന സീറോവോ കാര്യങ്ങളോ നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു കിടന്നിട്ട് ജസ്റ്റ് കയ്യിലൊന്നും ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്നും ആക്കി കൊടുത്താൽ നമ്മുടെ മുടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മുടിക്ക് നമ്മൾ എപ്പോഴും ചീപ്പ് ഉപയോഗിക്കും പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകത്തുമില്ല. ഇനി നെക്സ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പല ഹോസ്റ്റലേഴ്സിനും കണ്ടിട്ടുള്ള പ്രോബ്ലമാണ്.
തല നിറയെ അങ്ങോട്ട് എണ്ണ ഇടും. എണ്ണ ഇട്ടതിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണ ഒരിക്കലും സ്കാൽപ്പിൽ നിന്ന് കഴുകി കളയത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല, വലിയൊരു മിസ്റ്റേക്കാണ്. സ്കാൽപ്പിൽ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിൽ പ്രോപ്പറായിട്ട് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരിക്കും, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് പുറമെ ഇതുപോലെ തന്നെ ക്ലോഗ്ഡ് ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാകാം. സോ പിന്നെ നിങ്ങളുടെ മുടി വളരത്തില്ല, നല്ല തോതിൽ ഹെയർ ലോസും ഉണ്ടാകും. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. സോ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകി കളയുക. അതവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ മുടി പിന്നെയും വളരത്തില്ല. സോ നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ലോണം തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഹെയർ ഓയിലിംഗ് ടിപ്സ് ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ എല്ലാവർക്കും ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. സോ കുറച്ച് പോയിന്റ്സ് ഉണ്ടാകുള്ളൂ, അതുകൊണ്ടാണ് നീട്ടി വലിച്ചിട്ട് നമ്മൾ വലിയ ഇതാക്കാണ്ടിരുന്നത്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കപ്പോൾ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് എൻ്റെ ഹെയർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്നാലും നമ്മൾ കുറേ സമയം എടുത്ത് കെയർ ചെയ്യുന്നതിലല്ല കാര്യം. കൊടുക്കുന്ന സമയം, നമുക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിപ്പം ചെയ്യുന്ന കുറച്ച് റീസെൻ്റ് ആയിട്ട് വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഒക്കെയാണ് ഈ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം കുറച്ച് നല്ലോണം മെലിഞ്ഞ ഒരാളാണ്, പക്ഷെ എൻ്റെ ഹെയർ മാത്രമാണ് കുറച്ചൊരു ലെങ്ത്തിലും എല്ലാം ഉള്ളത്. സോ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ആദ്യമായിട്ട് കാണുന്നവരും അല്ലെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ കഴിക്കണതെല്ലാം മുടിയിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്, എന്ത് വളവാണ് ഇടുന്നത്, പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ ഒരുപാട് സമയം എടുത്ത് മുടി വളരാൻ വേണ്ടിയിട്ട് ഒരു കെയറും കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കണ കുറച്ച് സമയമാണെങ്കിൽ കൂടെ അത് കുറച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഈവൻ ചിലപ്പോൾ ചിലരുടെയൊക്കെ ഹോർമോൺസിനെയും പിന്നെ ജനറ്റിക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ ആ ഗ്രോത്ത് എത്രമാത്രം ഫാസ്റ്റാണെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ കൊടുക്കുന്ന സമയം കുറച്ച് ഇതായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് കുറച്ച് ആത്മാർത്ഥമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, കുറച്ച് നല്ല രീതിക്കാണ് നിങ്ങൾ ഹെയറിനെ കെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളോ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നല്ലതാട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും